ഹലോ നമസ്കാരം എല്ലാവർക്കും റൈറ്റേഴ്സ് IASന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്ന ന്യൂസ് പേപ്പർ അനാലിസിസ് ആണ്. 27/7/2024 പത്രമാണ് നമ്മളിന്ന് എടുത്തിരിക്കുന്നത്. ചില പ്രധാനപ്പെട്ട വാർത്തകളും അതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങളുമായിരിക്കും നമ്മളിന്ന് ചർച്ചയ്ക്ക് വെക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം, സമയം കളയുന്നില്ല. ഓക്കെ, നമുക്ക് ഒന്നാമത്തെ വാർത്ത, അതായത് നമുക്കിത് പേജിന് 1 വന്ന വാർത്തയാണ്. ഓക്കെ, ഫസ്റ്റ് പേജിൽ വന്ന വാർത്തയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ട്രിവാൻഡ്രം എഡിഷനാണ്. ഓക്കെ, വാർത്ത ഇതാണ്: സുപ്രീം കോർട്ട് ടു എക്സാമിൻ ഇഫ് ഗവർണേഴ്സ് ആർ സബ്വേർട്ടിംഗ് ഫെഡറലിസം. ഇവിടെ സുപ്രീം കോടതി ഒരു കേസ് പരിഗണനയിലാണ്, ഒരു പെറ്റീഷൻ പരിഗണനയിലാണ്. ആ പെറ്റീഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് ഒന്ന് ഒബ്സർവ് ചെയ്യാൻ നോക്കുകയാണ്, അല്ലേ? ഒരു കേസ് പരിഗണിക്കുകയാണ്. ഓക്കെ, അവിടെ എന്താ കേസെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പെറ്റീഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഗവർണർമാർ, സ്റ്റേറ്റിലെ സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എന്ത് ചെയ്യുന്നു? ആർ സബ്വേർട്ടിംഗ് ഫെഡറലിസം, അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറൽ സംവിധാനത്തെ ഇല്ലാതാക്കാൻ ഈ സ്റ്റേറ്റ് ഗവർണർമാർ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതി ശ്രമിക്കുകയാണ്. അതാണ് നമ്മുടെ ഈ വാർത്തയുടെ ഹെഡ്ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ റീസെൻ്റായിട്ട് കൂടുതൽ അറിയാൻ പറ്റുന്നത് കേരളവും തമിഴ്നാട്, അതുപോലെ തന്നെ ബംഗാൾ, വെസ്റ്റ് ബംഗാൾ. ഓക്കെ, ഈ 3 സ്റ്റേറ്റിലും ഗവർണർമാർ വളരെ എന്താ പറയുന്നത്, ഫെഡറൽ സംവിധാനത്തെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ പല കേസസും നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്. ഓക്കെ, അതിൻ്റെ അസോസിയേറ്റഡ് വന്നൊരു വാർത്തയാണ് ഇത്. ഓക്കെ, ഇവിടെ ഞാൻ വാർത്ത എന്താണെന്ന് ഇവിടെ വലിയ കുറച്ച് ലെറ്റർ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇതാണ്: ദ സുപ്രീം കോർട്ട് ഓൺ ഫ്രൈഡേ എഗ്രി ടു എക്സാമിൻ ഇഫ് ഗവർണേഴ്സ് ബൈ ഇൻഡെഫിനിറ്റ്ലി സിറ്റിംഗ് ഓൺ ക്രൂഷ്യൽ ബിൽസ് ഓൺലി ടു ഇവൻച്വലി റെഫർ ദം ടു ദ പ്രസിഡന്റ്. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പറയുന്നത്. സുപ്രീം കോടതി ഇനി എക്സാമിൻ ചെയ്യാൻ പോവാണ്. എന്ത് എക്സാമിൻ ചെയ്യാൻ പോകുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓരോ സ്റ്റേറ്റിൻ്റെ, ഞാൻ ഈ പറഞ്ഞ 3 സ്റ്റേറ്റുകൾ, കേരള, തമിഴ്നാട്, ബംഗാൾ, ഇത് കൂടുതലും കേരളത്തിൻ്റെ കേസായിരിക്കും. അപ്പം ഈ ഗവർണർമാർ എന്ത് ചെയ്യും? ബില്ലുകൾ, അതായത് നമ്മൾ നിയമസഭയിൽ പാസ്സാക്കുന്ന ബില്ലുകൾ ഗവർണറിലേക്ക് എത്തിക്കഴിയുമ്പോൾ ഗവർണറുടെ ഒരു സൈനോട് കൂടിയാണ് ഈ ബില്ല് എന്തായിട്ട് മാറുന്നത്? നിയമമായിട്ട് മാറുന്നത്. അപ്പം ഈ ബില്ല് നിയമമാക്കാതെ ഗവർണർ എന്ത് ചെയ്യും? ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് ഇത് സൈൻ ചെയ്യാതെ വെക്കും. അപ്പം ഞാൻ ഒന്നത് പറയാം, സാധാരണ നമ്മൾ നിയമസഭയിൽ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഒരു ബില്ല് കൊണ്ടുവരുന്നു, ആ ബില്ല് നേരെ ഗവർണർക്ക് എത്തുന്നു. ഓക്കെ, ആ ഗവർണർ അത് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ എന്തായിട്ട് മാറുന്നു? ഈ ബില്ല് ഒരു ആക്റ്റായി മാറുന്നു. ഓക്കെ, ഇവിടെ സൈനിങ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ ഗവർണർ ചെയ്യുന്നത്, അത് ഒരു ഇൻഡെഫിനിറ്റ് പീരീഡിലേക്ക് എന്ത് ചെയ്യുന്നു? ഇങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കുന്നു. അങ്ങനെ ഫൈനലി ഇത് സൈൻ ചെയ്യാതെ വന്നിട്ട് ഈ ബില്ല് നേരെ എങ്ങോട്ടേക്ക് ചെല്ലുന്നു? പ്രസിഡന്റിൻ്റെ അടുക്കിലേക്ക് ചെല്ലുന്നു. ഓക്കെ, അങ്ങനെ പ്രസിഡന്റ് എന്ന് പറയുന്ന ആൾ നമുക്കറിയാം, അതൊരു സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു എന്താ പറയുന്നത്, കൺട്രോളിൽ നിൽക്കുന്ന ഒരാളാണ് പ്രസിഡന്റ് എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, അപ്പോൾ പ്രസിഡന്റ് എന്ത് ചെയ്യുന്നു? സെൻട്രൽ ഗവൺമെൻറ് ആരാണോ, ഓക്കെ, ആ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചായിരിക്കും പിന്നീട് കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, ഇത് സ്ഥിരമായിട്ട് വന്നപ്പോഴാണ് ഓരോ ഗവൺമെൻറ്റും, സ്റ്റേറ്റ് ഗവൺമെൻറ്റും സുപ്രീം കോടതിക്ക് പെറ്റീഷൻ ഫയൽ ചെയ്യാൻ തുടങ്ങിയത്. ഓക്കെ, ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്: ദ ഡിസിഷൻ ഓഫ് ദ കോർട്ട് ടു ഇൻ്റർവെൻ കെയിം ഇൻ എ പെറ്റീഷൻ ഫയൽഡ് ബൈ ദ സ്റ്റേറ്റ് കേരള വിച്ച് ബ്രോട്ട് into focus the role of its governor who kept bills pending for 2 years. ഓക്കെ, ഇവിടെ കേരളമാണ് ശരിക്കും സുപ്രീം കോടതിക്ക് പരാതി കൊടുക്കുന്നത്. അപ്പോൾ സുപ്രീം കോടതിയുടെ പരാതി അനുസരിച്ച് കേരളത്തിലെ ഗവർണർ നമ്മൾ നിയമസഭയിൽ പാസ്സാക്കിയ ഒരു ബില്ല് സൈൻ ചെയ്യുന്നതിന് ഏകദേശം 2 വർഷത്തോളം കാലതാമസം എടുത്തു എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് കേരള ഗവൺമെൻറ് സുപ്രീം കോടതിക്ക് ഒരു പെറ്റീഷൻ ഫയൽ ചെയ്യുന്നത്. ഓക്കെ, ആ പെറ്റീഷൻ കൈപ്പറ്റിയതിന് ശേഷം സുപ്രീം കോടതി ഇനി അതിനെക്കുറിച്ച് പഠിക്കാൻ പോവാണ്. ഗവർണർ എന്ന് പറയുന്ന ആൾ ആ സ്ഥാനത്തിരുന്നു കൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ ഫെഡറലിസത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന്. ഓക്കെ, അതുപോലെ തന്നെ ഹി ഡിനൈഡ് ദ പീപ്പിൾ ഓഫ് കേരള, അദ്ദേഹം എന്ത് ചെയ്തു? ഡിനൈ ചെയ്തു ദ പീപ്പിൾ ഓഫ് കേരള ദ ബെനിഫിറ്റ്സ് ഓഫ് ദ വെൽഫെയർ ലെജിസ്ലേഷൻ. ഓക്കെ, നമ്മുടെ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിൽ കൊണ്ടുവന്ന ഈ നിയമങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു ബെനിഫിറ്റ്. അപ്പോൾ ഈ നിയമങ്ങൾ അല്ലെങ്കിൽ ഈ ബില്ലുകൾ നിയമമാകാതെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ നിയമത്തിലൂടെ നമ്മൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്ന ഒരു വെൽഫെയർ പ്രോഗ്രാംസ് ജനങ്ങളിലേക്ക് കൃത്യമായിട്ട് എത്തുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങൾ വരാൻ പോകുന്നത്. ഓക്കെ, നമുക്കിനി മറ്റ് കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം, ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് ചില ആർട്ടിക്കിളാണ്. അപ്പോൾ നിങ്ങൾ പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാരുണ്ട്, ഇപ്പോൾ കോമ്പറ്റേറ്റീവ് പരീക്ഷ, ഇപ്പോൾ PSC ആണെങ്കിലും ശരി, ഇനി വരാൻ പോകുന്ന ഹൈക്കോർട്ട്,
ഒക്കെയുള്ള പരീക്ഷ എഴുതാൻ പോകുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അഡീഷണൽ ഇൻഫർമേഷൻ ഈ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, ആർട്ടിക്കിൾ 153 ആർട്ടിക്കിൾ എന്തിനെ കുറിച്ചാണ് പറയുന്നത് നോക്കാം. 153 ആർട്ടിക്കിൾ ഗവർണറെ കുറിച്ചൊരു ഡെഫിനിഷൻ മാത്രമാണ് പറയുന്നത്. ഇത്രയേ ഉള്ളൂ അതിനകത്ത് പറയുന്നത്. ദർ ഷാൾ ബി എ ഗവർണർ ഫോർ ഈച്ച് സ്റ്റേറ്റ്. ഓരോ സ്റ്റേറ്റിനും എന്തുണ്ടായിരിക്കണം? ഒരു ഗവർണർ ഉണ്ടായിരിക്കണം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 153. മറ്റൊന്ന് പറയുന്നത് ആർട്ടിക്കിൾ 153 മുതൽ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ 153 നമ്മൾ പറഞ്ഞു. ഇനി അടുത്ത 154 പറയുന്നത്. ഓക്കെ, 154 പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ്. ഓക്കെ, അതായത് ഗവർണറുടെ എക്സിക്യൂട്ടീവ് അധികാരം, അതായത് ഭരണനിർവഹണ ലെജിസ്ലേഷൻ എന്ന് വെച്ചാൽ നിയമനിർമ്മാണം, എക്സിക്യൂട്ടീവ് വെച്ചാൽ ഭരണനിർവഹണം. ഓക്കെ, അതെന്തൊക്കെയാണ്? ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ സ്റ്റേറ്റ് ഷാൾ ബി വെസ്റ്റഡ് ഇൻ ദ ഗവർണർ. ഒരു സ്റ്റേറ്റിൻ്റെ എക്സിക്യൂട്ടീവ് ഭരണം എന്ന് പറയുന്നത് നിക്ഷിപ്തമായിരിക്കുന്നത് ഗവർണറിലാണ്. ആൻഡ് ഷാൾ ബി എക്സസൈസ്ഡ് ബൈ ഹിം ഈദർ ഡയറക്ട്ലി ഓർ ത്രൂ ഓഫീസേഴ്സ് സബോർഡിനേറ്റ് ടു ഹിം ഇൻ അക്കോർഡൻസ് വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, അപ്പം ഭരണനിർവഹണം എന്ന് പറയുന്നത് ഗവർണറിൽ നിക്ഷിപ്തമാണ്. ഒന്നുകിൽ അദ്ദേഹം നേരിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സബോർഡിനേറ്റായിട്ട് വരുന്ന ഓഫീസേഴ്സ് മുഖേനയോ അദ്ദേഹം ഈ പവർ എക്സസൈസ് ചെയ്യുന്നു എന്നാണ് 154 ആർട്ടിക്കിൾ പറയുന്നത്. ഓക്കെ, അടുത്ത ആർട്ടിക്കിളാണ് 155. ഓക്കെ, 155 പറയുന്നത് വെച്ചാൽ അപ്പോയിൻമെൻറ്റ് ഓഫ് ഗവർണർ. ഗവർണറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ആരാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നതാണ് ആർട്ടിക്കിൾ 155 പറയുന്നത്. ഓക്കെ, ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് ഷാൽ ബി അപ്പോയിൻറ്റഡ് ബൈ ദ പ്രസിഡൻറ്റ് ബൈ വാറൻറ്റ് അണ്ടർ ഹിസ് ഹാൻഡ് ആൻഡ് സീൽ. ഹാൻഡ് ആൻഡ് സീൽ എന്ന് വെച്ചാൽ ഒപ്പിലൂടെ. അതായത് ഒരു സ്റ്റേറ്റിൻ്റെ ഗവർണറെ നിയമിക്കുന്നത് ആരാണ്? പ്രസിഡൻ്റാണ്. ഓക്കെ, അദ്ദേഹം ഒപ്പുവെക്കുന്നതിലൂടെയാണ് ഒരു വ്യക്തി ഒരു സ്റ്റേറ്റിൻ്റെ പ്രസിഡൻ്റായിട്ട് മാറുന്നത്. ഓക്കെ, അടുത്ത 156 എന്ന് പറയുന്നത് ടേം ഓഫ് ഓഫീസ് ഓഫ് ഗവർണർ. അതായത് ഒരു ഗവർണർ എത്ര കാലം ഭരിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നമുക്ക് പറയാൻ പറ്റും, ദ ഗവർണർ ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഡ്യൂറിങ് ദ പ്രഷർ ഓഫ് ദ പ്രസിഡന്റ്. പ്രസിഡന്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷനിലാണ് ശരിക്കും ഈ ഗവർണറുടെ ഒരു കാലാവധി എന്ന് പറയുന്നത്. ഓക്കെ, എന്ന് പറഞ്ഞാൽ തന്നെയും ഓക്കെ, ഇനി അടുത്തത് ഒരു ഗവർണറെ നമ്മൾ തിരഞ്ഞെടുത്തു. ഓക്കെ, ഒരു ഗവർണർ ആ സ്ഥാനത്തിരിക്കുന്നു. അദ്ദേഹത്തിന് സ്വമേധയാ ആ സ്ഥാനത്ത് നിന്ന് പോവാം, അദ്ദേഹത്തിന് റിസൈൻ ചെയ്ത് പോകാം. അപ്പോൾ ആർക്കാണ് അദ്ദേഹം റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുന്നത്? അത് പ്രസിഡൻ്റാണ്. ഓക്കെ, ഗവർണർ മേ ബൈ റൈറ്റിംഗ് അണ്ടർ ഹിസ് ഹാൻഡ് അഡ്രസ്ഡ് ടു ദ പ്രസിഡൻറ്റ് റിസൈൻ ഹിസ് ഓഫീസ്. ഗവർണർക്ക് അദ്ദേഹത്തിൻ്റെ ഓഫീസ് റിസൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രസിഡൻറ്റിന് ഒരു ലെറ്റർ സബ്മിറ്റ് ചെയ്യുക, റെസിഗ്നേഷൻ ലെറ്റർ കൊടുക്കുക. ഓക്കെ, അടുത്ത സബ്ജക്ട് ടു ദ ഫോർഗോയിങ് പ്രൊവിഷൻസ് ഓഫ് ദിസ് ആർട്ടിക്കിൾ ഗവർണർ ഷാൽ ഹോൾഡ് ദ ഓഫീസ് ഫോർ എ ടേം ഓഫ് 5 years. ഓക്കെ, അപ്പോൾ എത്ര വർഷമാണ് ഗവർണർ കാലാവധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 5 വർഷമാണ്. ഫ്രം ദ ഡേറ്റ് ഓൺ വിച്ച് ഹി എൻറ്റേഴ്സ് അപ്പോൺ ഹിസ് ഓഫീസ്. ഓക്കെ, എന്നാണ് അദ്ദേഹം ആ സ്ഥാനം ഏറ്റെടുക്കുന്നത്? ആ സ്ഥാനം ഏറ്റെടുക്കുന്നതിന് ഉള്ളിൽ ഓക്കെ ഉള്ള കാലഘട്ടമാണ്. ഓക്കെ, അതായത് അവിടെ തൊട്ട് അത് ഏറ്റെടുക്കുന്ന സമയം തൊട്ട് ഏകദേശം 5 വർഷത്തോളമായിരിക്കും എന്ന് പറയുന്നത് ഒരു ഗവർണറുടെ കാലഘട്ടം എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 157 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫിക്കേഷൻ ഫോർ അപ്പോയിൻമെൻറ്റ് ആസ് എ ഗവർണർ. ഒരാളൊരു ഗവർണറായിട്ട് നിയമിക്കണമെങ്കിൽ എന്ത് ക്വാളിഫിക്കേഷനാണ് വേണ്ടതെന്ന് ചോദിച്ചാൽ ഹി ഷുഡ് ബി ദ സിറ്റിസൺ ഓഫ് ഇന്ത്യ ആൻഡ് ഹാസ് കംപ്ലീറ്റഡ് ദ ഏജ് ഓഫ് 35 years. അദ്ദേഹം ഇന്ത്യക്കാരനായിരിക്കണം. ഹി ഷുഡ് ബി ആൻ ഇന്ത്യൻ ആൻഡ് ഏജ് 35 years. ഓക്കെ, 35 വയസ്സ് പ്രായമുണ്ടായിരിക്കണം. ഓക്കെ, അതാണ് 157 പറയുന്നത്. 159 ആർട്ടിക്കിൾ എന്താ പറയുന്നത് ചോദിച്ചാൽ ഓത്ത് ഓർ അഫർമേഷൻ ബൈ ദ ഗവർണർ. അതായത് ഗവർണർ പറയേണ്ട ഓത്ത്, അതായത് ഈ പറയുന്ന സത്യപ്രതിജ്ഞാവാചകങ്ങളൊക്കെ അത് ആരുടെ മുമ്പിലാണ് അദ്ദേഹം അവതരിപ്പിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗവർണർ ഷാൾ ബിഫോർ എൻറ്ററിങ് ദ അപ്പോൺ ഓഫീസ് മേക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ CJ ഓഫ് ദ ഹൈക്കോർട്ട്. ഓക്കെ, ഒന്നുകിൽ ഹൈക്കോർട്ടിൻ്റെ CJ ചീഫ് ജസ്റ്റിസിൻ്റെ മുമ്പിലോ, അല്ലെന്നുണ്ടെങ്കിൽ അദ്ദേഹം ഇൻ കേസ് CJക്ക് വരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അടുത്തത് ഹൈക്കോടതിയിൽ തന്നെ സീനിയർ മോസ്റ്റ് ജഡ്ജ് ആയിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരുന്നത്. അതായത് പ്രസിഡൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാവാചകം നടക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കേണ്ട ആൾക്കാരാണ് ഈ പറഞ്ഞത്. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ 160. അടുത്ത 160 ആർട്ടിക്കിൾ എന്താ പറയുക വെച്ചാൽ ഡിസ്ചാർജ് ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ദ ഗവർണർ ഇൻ സർട്ടൺ കണ്ടിജൻസീസ്. ചില അടിയന്തരമായ സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഈ ഗവർണർക്ക് എന്തൊക്കെ ഫങ്ഷൻസ് ആണുള്ളതെന്നാണ് അടുത്ത 160 പറയുന്നത്.
അടുത്ത 161 എന്ന് പറഞ്ഞാൽ ദ പവർ ഓഫ് ഗവർണർ ടു ഗ്രാൻഡ് പാർഡൻസ് എക്സെട്ര ആൻഡ് ടു സസ്പെൻഡ് ഓർ റെമിറ്റ് കമ്മ്യൂട്ട് സെൻറ്റൻസസ് ഇൻ സർട്ടൻ കേസസ്. ഇത്രേ ഉള്ളൂ. അതായത് കുറ്റം ചെയ്ത ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയൊരു പരിഗണന കൊടുക്കാൻ ആരെ കൊണ്ട് പറ്റും? പ്രസിഡന്റിനെ കൊണ്ട് പറ്റും. ഓക്കെ. അടുത്ത നോക്കാം 165. ദ അഡ്വക്കേറ്റ് ജനറൽ ഓഫ് ദ സ്റ്റേറ്റ്. ദ ഗവർണർ ഓഫ് ദ സ്റ്റേറ്റ് governor of each state shall appoint a person who is qualified to be appointed as a judge of a high court to be advocate general of the state. ഓക്കെ. അപ്പം അദ്ദേഹത്തിനാണ്, അതായത് ഗവർണറാണ് ആരെ നിയമിക്കുന്നത്? അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് അഡ്വക്കേറ്റ് ജനറലിൻ്റെ ഒരു സ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഹൈക്കോടതി ജഡ്ജിൻ്റെ സ്ഥാനമോ അതാണ് ഒരു അഡ്വക്കേറ്റ് ജനറലിൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. അപ്പം അഡ്വക്കേറ്റ് ജനറലിനെ നിയമിക്കുന്നത് ഗവർണറാണ് എന്ന് ഓർത്ത് വെക്കുക. അതിൻ്റെ ആർട്ടിക്കിൾ 165. ഓക്കെ. അപ്പോൾ നമ്മൾ ഒന്നാമത്തെ വാർത്ത പറഞ്ഞു, ആ വാർത്തയായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്ത്, കൂടാതെ ഗവർണറുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് ആർട്ടിക്കിൾസ് നോക്കി. അപ്പോൾ ഈ ആർട്ടിക്കിൾസ് എല്ലാം നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ച് പോവുക. ഓക്കെ. അടുത്ത വാർത്തയിലേക്ക് പോകും. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഒരു സുപ്രീം കോടതി തന്നെ ഒരു വാർത്തയാണ്. ഈ വാർത്ത എന്തിനെക്കുറിച്ചാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സുപ്രീം കോടതി ഒരു സ്റ്റേ പറയുന്നതാണ്. അതായത് ഒരു ഓർഡറിന് സ്റ്റേ ഇട്ടു ആര്? സുപ്രീം കോടതി. അതാണ് ഈ ന്യൂസ് എന്ന് പറയുന്നത്. അപ്പം വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് കൻവർ എന്ന് പറയുന്ന ഒരു തീർത്ഥാടനമുണ്ട്, ഒരു പിൽഗ്രിമേജ് ഉണ്ട്. ഓക്കെ. അതിന് പോകുന്ന, അതായത് ഈ പിൽഗ്രിമേജിന് പോകുന്ന ആൾക്കാർ സഞ്ചരിക്കുന്ന റൂട്ടുകളിൽ ഉള്ള ഹോട്ടലുകളിലും ഷോപ്പുകളിലും ആ ഷോപ്പിൻ്റെ പേര്, അതുപോലെ ഓണറിൻ്റെ പേര്, ഓക്കെ, ഇത് രണ്ടും കമ്പൽസറി ആയിട്ട് വേണം എന്ന് പറയുന്നൊരു ഓർഡർ ഇന്ത്യയിൽ ഉത്തർപ്രദേശ് കൊണ്ടുവന്നു. ഓക്കെ. ആ ഓർഡറിനെ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. എന്നിട്ട് പറഞ്ഞു അങ്ങനെ ചെയ്യാൻ പാടില്ല. ഓക്കെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിൽ മാത്രമല്ല അങ്ങനെ വേണ്ടത്, ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഇന്ത്യ മൊത്തത്തിൽ ചെയ്യേണ്ടി വരും എന്നാണ് പറയുന്നത്. കാരണം ഇതിനകത്തൊരു രാഷ്ട്രീയ അജണ്ടയുണ്ട്. കാരണം ഈ ആൾക്കാരുടെ പേര് ഒരു ഹിന്ദു പിൽഗ്രിമേജ് നടക്കുന്ന സ്ഥലത്ത് ഒരു മതത്തിൽപ്പെട്ട ആളുടെ പേരും അല്ലെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ പേരും വരുന്നത് തീർച്ചയായിട്ടും മറ്റൊരു തരത്തിലുള്ള കോൺട്രവേഴ്സി ഉണ്ടാകാനാണ് കാരണമാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് സുപ്രീം കോടതി ഇങ്ങനൊരു നിരീക്ഷണം നടത്തിയത്. ദ സുപ്രീം കോർട്ട് ഓൺ ഫ്രൈഡേ റീസെൻറ്റ് ദാറ്റ് ദ ലോസ് ഷുഡ് അപ്ലൈ ഈക്വലി ടു ഓൾ ആൻഡ് ഇൻ എവറി പാർട്ട് ഓഫ് ദ കൺട്രി വൈൽ കൗണ്ടറിങ് ദ ഉത്തർപ്രദേശ് ആർഗ്യുമെന്റ്. ഓക്കെ. അപ്പോൾ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റേറ്റിൽ മാത്രം പോരാ, എല്ലാ സ്ഥലത്തും വേണം, എല്ലാ ജനങ്ങൾക്കും എല്ലാ തരത്തിലുള്ള റൈറ്റും വേണം, ഒരു ഫണ്ടമെന്റൽ റൈറ്റ് വേണം എന്നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്നത്. ഓക്കെ. നമുക്കടുത്ത ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു അഡീഷണൽ ഇൻഫർമേഷൻ നോക്കാം. കൻവർ യാത്ര. ഓക്കെ. കൻവർ യാത്ര എന്താണെന്ന് നോക്കി കഴിഞ്ഞാൽ റീസെൻ്റ്ലി സുപ്രീം കോർട്ട് ഹാൾട്ടഡ് ദ കോൺട്രവേഴ്ഷ്യൽ ഓർഡേഴ്സ് ഫ്രം ദ ഗവൺമെൻറ് ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്. അപ്പോൾ ഈ 3 സ്റ്റേറ്റുകളാണ് അങ്ങനൊരു ഓർഡർ കൊണ്ടുവന്നത്. അതായത് കൻവർ യാത്ര പിൽഗ്രിമേജിൻ്റെ സമയത്ത് പാസ് ചെയ്യുന്ന അല്ലെങ്കിൽ അവിടെ സ്ഥിതി ചെയ്യുന്ന ഹോട്ടൽസിനും അല്ലെങ്കിൽ മറ്റ് ഷോപ്പുകളിലും കടയുടെ പേരും നടത്തുന്ന ആളുടെ പേരും എഴുതുക എന്നുള്ളതാണ്. ഓക്കെ. നമുക്ക് തന്നെ അറിയാം, ന്യൂസ് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്തിനാണ് പേര് എഴുതി വെക്കുക എന്ന് പറയുമ്പോൾ തന്നെ അറിയാം, ചില ആൾക്കാരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണെന്ന് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ. ഇതാണ് പറയുന്നത്. അപ്പോൾ നമുക്കിനി നോക്കിക്കഴിഞ്ഞാൽ ഈ കൻവർ യാത്ര എന്ന് പറയുന്നത് ഹിന്ദു പിൽഗ്രിമേജ് ആണ്, അല്ലെ? ഹിന്ദു മതത്തിൽപ്പെട്ട ആൾക്കാർക്ക് ഉള്ള ഒരു തീർത്ഥാടനമാണ്. ഇൻ ദ മന്ത് ഓഫ് ശ്രാവണ മാസത്തിലാണിത് ആൾക്കാർ പോകുന്നത്. ബൈ ദ ലോർഡ് ശിവ ഡിവോട്ടീസ്. അതായത് നമ്മൾ ഹിന്ദു മിത്തോളജി പ്രകാരം ശിവൻ എന്ന് പറയുന്ന ഒരു ദൈവത്തെ ആരാധിക്കുന്ന ആൾക്കാരാണ് ഈ കൻവർ യാത്രയുടെ ഭാഗമായിട്ടുള്ളത്. ദ ഡിവോട്ടീസ് ട്രാവൽ ടു പിൽഗ്രിമേജ് പ്ലേസസ് ലൈക്ക് ഹരിദ്വാർ. ഓക്കെ. ഇവരെങ്ങോട്ടാണ് യാത്ര എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹരിദ്വാറിലേക്ക് പോകുന്നുണ്ട്, ഗോയ്മുഖിലേക്ക് പോകുന്നുണ്ട്, ഗംഗോത്രി ഉത്തരാഖണ്ഡ്, സുൽത്താൻഗഞ്ച് ബീഹാർ. ഓക്കെ. പ്രയാഗ്രാജ് അലഹബാദ്, പഴയ അലഹബാദ്. പിന്നെ അയോധ്യ, വാരണാസി ഇൻ ഉത്തർപ്രദേശ് ആൻഡ് റിട്ടേൺ ബൈ ക്യാരിയിങ് ഗംഗ വാട്ടർ ഇൻ കൻവാർസ് ടു സീക്ക് ദ ബ്ലെസ്സിങ് ഓഫ് ശിവ. അതുപോലെ തന്നെ തിരിച്ചു വരുമ്പോൾ ഗംഗാജലം വഹിച്ചുകൊണ്ടായിരിക്കും ഇവർ വരുന്നത്. കാരണം ലോർഡ് ശിവയുടെ ഒരു ബ്ലെസ്സിങ് കിട്ടണം, അതിന് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്.
ഇതാണ് കൻവർ യാത്ര എന്ന് പറയുന്നത്. ഓക്കെ, ഈ കൻവർ യാത്ര നടത്തപ്പെടുന്ന റോഡിൻ്റെ സൈഡിലാണ്, അല്ലെങ്കിൽ എന്താ പറയുക, പ്രവർത്തിക്കുന്ന റോഡ് സൈഡിൽ അല്ലെങ്കിൽ ആ വഴിയിൽ പ്രവർത്തിക്കുന്ന ഭക്ഷണശാലകൾക്ക് പേരും ഓണറിൻ്റെ പേരും വെക്കണം എന്ന് പറയുന്ന ഓർഡർ സുപ്രീം കോടതി സ്റ്റേ ചെയ്തു. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ഒരു നമ്മുടെ ഇക്കോ സിസ്റ്റവും നമുക്കൊരു ഡിസീസുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. വാർത്ത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരള സീസ് 1 more കേസ് ഓഫ് ഇൻഫെക്ഷൻ ഫ്രം ബ്രെയിൻ ഈറ്റിംഗ് അമീബ. ഓക്കെ, അടുത്തതെന്ന് വെച്ചാൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന ഒരു ഇൻഫെക്ഷനെ കുറിച്ചാണ് ഈ വാർത്ത എന്ന് പറയുന്നത്. വാർത്ത ഇതാണ്: 1 more കേസ് ഓഫ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് PAM ഹാസ് ബീൻ കൺഫേംഡ് ഇൻ കേരള. ഓക്കെ, പുതിയൊരു അസുഖം കേരളത്തിൽ കണ്ടുപിടിക്കപ്പെട്ടു. അതിൻ്റെ പേരാണ് അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന ഒരു അസുഖത്തെക്കുറിച്ചാണ് ഈ ന്യൂസ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഓൾസോ നോൺ ആസ് PAM എന്നാണ് അറിയപ്പെടുന്നത്. നോർത്ത് വെച്ചുള്ള ഈ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് PAM എന്ന് പറയുന്നത്. നന്നായിട്ട് നോക്കി വെച്ചോണം. ഇനി വരാൻ പോകുന്ന കോമ്പറ്റേറ്റീവ് പരീക്ഷയിൽ നിങ്ങൾക്ക് ആ ഒരു ചോദ്യം, അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ചോദ്യം പ്രതീക്ഷിക്കാം. സോ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് ഓൾസോ നോൺ ആസ് PAM ഈസ് എ ഡെഡ്ലി ഡിസീസ് കോസ്ഡ് ബൈ ദ നാഗ്ലറിയ ഫൗലറി. ഇതൊരു അമീബയാണ്. ഓക്കെ, അമീബയുടെ പേരാണ്. ഈ അസുഖം പരത്തുന്ന, അല്ലെങ്കിൽ ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്ന അസുഖം പരത്തുന്ന, അല്ലെങ്കിൽ പ്രൈമറി അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം പരത്തുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മൾ പറഞ്ഞ ഒരു എക്സാമ്പിളാണ് നമ്മൾ പറയുന്നത്. ക്രൂഷ്യലായിട്ടുള്ള ഒരു കാര്യം നമ്മൾ സംസാരിച്ചത്. ബ്രെയിൻ ഈറ്റിംഗ് അമീബ ഇസ് കറൻ്റ്ലി റാമ്പന്റ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. യൂഷ്വലി ഇറ്റ് എൻറ്റേഴ്സ് ദ ബോഡി ആൻഡ് സിവിയർലി അഫക്റ്റ് ദ ബ്രെയിൻ. ഓക്കെ, ഇപ്പോൾ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അസുഖം ശരിക്കും സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ യൂഷ്വലി ഇറ്റ് എൻറ്റേഴ്സ് ദ ബോഡി ആൻഡ് സിവിയർലി അഫക്റ്റ് ദ ബ്രെയിൻ. ഇത് ശരീരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറിനെയാണ് ബാധിക്കുന്നത്. അതുകൊണ്ടാണ് ബ്രെയിൻ ഈറ്റിംഗ് അമീബ എന്ന് പറയുന്നത്. ഓക്കെ, അമീബിക് മെനിഞ്ചോ എൻസെഫലൈറ്റിസ്. അടുത്ത നമ്മൾ പറയാൻ പോകുന്ന ഒരു എഡിറ്റോറിയൽ പേജിലൊരു ആർട്ടിക്കിളാണ്. ഈ ആർട്ടിക്കിളിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ യൂസിങ് ചിൽഡ്രൻസ് പേഴ്സണൽ ഡാറ്റ ലീഗലി ആൻഡ് സെക്യൂർലി. അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന ഒരു കാര്യമാണ് ഡേറ്റ എന്ന് പറഞ്ഞ ഡേറ്റാബേസിൻ്റെ ഒരു സെക്യൂരിറ്റി സേഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മളുടെ ഡേറ്റ മറ്റുള്ളവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട നമ്മുടെ ഇൻഫർമേഷൻ മാനിപ്പുലേറ്റ് ചെയ്യും, മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡേറ്റ എന്ന് പറയുന്നത് വളരെ സെക്യൂർ ആയിരിക്കണം, ലീഗലി പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യൻ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ചാണ് പറയുന്നത്. നമ്മുടെ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളുടെ ഈ ഡേറ്റയൊക്കെ പ്രൊട്ടക്റ്റഡ് ആണ്, എങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയി എന്നുള്ളതിനെ കുറിച്ചാണ് പറയുന്നത്. The most expansive ecosystems in the world composed approximately 15 lakh schools, 97 lakh teachers and nearly 26.5 crore students enrolled from the pre-primary to higher secondary. അതായത് നമ്മൾ ഈ ലോകത്തെ ഒരു കണക്ക് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണെന്നാണ് പറയുന്നത്. ദ മോസ്റ്റ് എക്സ്പാൻസീവ് എക്കോസിസ്റ്റം ഇൻ ദ വേൾഡ്. അതുപോലെ തന്നെ ഏറ്റവും എന്താ പറയുന്നത് വികസിക്കുകയും അടിമുടി വികസനം അക്സെപ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു എക്കണോമി കൂടിയാണ് നമ്മളുടേത്. പിന്നെ ഇതിനകത്ത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന കുട്ടികളുടെ ഇപ്പോൾ സ്കൂളിൽ പഠിക്കാൻ വരുന്ന കുട്ടികളുടെ ഡേറ്റ കൂടുതൽ സ്ട്രോങ് ആക്കുന്നതിന് വേണ്ടിയിട്ടും വളരെ ട്രാൻസ്പെറൻ്റ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്ലാറ്റ്ഫോമുണ്ട്, UDISC എന്ന് പറയുന്നൊരു പ്ലാറ്റ്ഫോമുണ്ട്. UDISC എന്ന് പറഞ്ഞ UDISC പ്ലസ് പ്ലാറ്റ്ഫോം. ആ ഒരു പ്ലാറ്റ്ഫോമിലൂടെ ആണ് നമ്മുടെ കുട്ടികളുടെ ഡേറ്റ അതുപോലെ വളരെ എന്താ പറയുന്നത് സേഫായിട്ട് സൂക്ഷിക്കാൻ പറ്റുന്നത്. In terms of the National Education Policy 2020, the Ministry also introduced the Automatic Permanent Academic Account Registry Identification. അടിപൊളി പേരാണ്, ഓട്ടോമേറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് ഈ പറയുന്ന അപ്പാർ എന്ന് പറയുന്നത്. അതും നമ്മളുടെ
ഈ കുട്ടികളുടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡേറ്റാസ് വളരെ ലീഗലി ആൻഡ് സെക്യൂർലി കീപ്പ് ചെയ്യുന്നതിന് വളരെ ഉദാത്തമാണ്. അതുകൊണ്ട് മറ്റൊരു ആക്ട് ഉണ്ട്, ഡി പി ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. അത് 2023 അതും ഇത്തരത്തിലുള്ള ഡേറ്റയുടെ ഒരു സേഫ്റ്റിക്ക് ഉതകുന്നതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ പറഞ്ഞല്ലോ, ഇവിടെ നമ്മുടെ ന്യൂസിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു UDISC പ്ലസ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത്. കുട്ടികളുടെ ഡേറ്റ സ്റ്റോർ ചെയ്യുന്നതിന് വേണ്ടിയൊരു പ്ലാറ്റ്ഫോമാണ്. നമുക്ക് എന്താണെന്ന് നോക്കാം. ദ യൂണിഫൈഡ് ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ സിസ്റ്റം ഫോർ എഡ്യൂക്കേഷൻ ഓർ UDISC ഇറ്റ്സ് എ ഡേറ്റാബേസ് അബൌട്ട് ദി സ്കൂൾ. സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തെ സ്കൂളുകൾ ഏതൊക്കെയാണ്, ആ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡേറ്റാബേസിനകത്ത് സൂക്ഷിക്കുന്നുണ്ട്. ദ ഡേറ്റാബേസ് വാസ് ഡെവലപ്ഡ് അറ്റ് ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്കൂൾ എഡ്യൂക്കേഷൻ, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ, ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, മെയിൻറ്റൈൻഡ് ബൈ നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ. ഓക്കെ, ഈ ഒരു ഡേറ്റ പുറത്തുവിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു ഡേറ്റാബേസ് കീപ്പ് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററാണ്. അവരാണ് നമ്മളുടെ ഈ പ്ലാറ്റ്ഫോം മെയിൻറ്റെയിൻ ചെയ്യുന്നതും അതുപോലെ കുറച്ചുകൂടെ ബെറ്റർ ആക്കുകയും എല്ലാം ചെയ്യുന്നത് ഈ പറയുന്ന നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്ററാണ്. ഓക്കെ, മറ്റൊരു ആക്ടിൻ്റെ പേരുടെ പറയാം, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്, DPDP ആക്ട്, ഡിജിറ്റൽ പേഴ്സണൽ ഡാറ്റ പ്രൊട്ടക്ഷൻ ആക്ട്. The DPDP Act is a legal framework introduced in India to safeguard the personal data of individuals and ensure that their data is shared only with their consent. അപ്പം ഈ ഒരു നിയമം എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുടെ ഡേറ്റ സേഫ് ഗാർഡ് ചെയ്യണം, അത് സംരക്ഷിക്കണം. അത് സംരക്ഷിക്കാൻ വേണ്ടിയുള്ള നിയമമാണ് ഈ DPDP ആക്ട്. അതുപോലെ തന്നെ ഈ ഡേറ്റ, കുട്ടികളുടെ ഡേറ്റ നമ്മൾ സ്കൂളുകാർ കളക്ട് ചെയ്യുമ്പോൾ ഈ കളക്ട് ചെയ്ത ഡേറ്റ മറ്റൊരാൾക്ക് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ പേരൻസിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്, അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റുഡൻസിൻ്റെ കൺസെൻറ്റ് ആവശ്യമാണ്. ഓക്കെ, അതാണ് DPDP ആക്ട് എന്ന് പറയുന്നത്. ഇത് രണ്ടും, ഈ DPDP ആക്റ്റും അതുപോലെ UDISC പ്ലസ് ആ ഒരു പ്ലാറ്റ്ഫോമും എന്ന് പറയുന്നത് കുട്ടികളുടെ ഡേറ്റ, മതിയാവുന്ന വിവരങ്ങൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എന്താ പറയുക ഒരു ഇൻ്റർഫേസ് ആണത്. പിന്നെ മറ്റൊന്ന് DPDP ആക്ട്. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ന്യൂ പുഷ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ. അതായത് ബേ ഓഫ് ബംഗാളിൽ പുതിയൊരു തള്ളു കൂടി എന്ന് നമ്മൾ ഈ വായിച്ചിരിക്കുന്നതിൻ്റെ മീനിങ് പറയുമെങ്കിലും യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല. ഓക്കെ, ബേ ഓഫ് ബംഗാളിൽ എന്ത് സംഭവിച്ചെന്നാണ് നമുക്ക് വാർത്ത നോക്കണ്ടേ. നമുക്കൊന്ന് വാർത്ത വായിക്കാം. ഇന്ത്യ ഹോസ്റ്റഡ് ദ സെക്കൻഡ് ബീംസ്റ്റെക് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടർ. അതായത് ഒരു ബീംസ്റ്റെക് എന്ന് പറയുന്ന ഒരു മീറ്റിംഗ് റീസെൻ്റ് ആയിട്ട് ഇന്ത്യയിൽ കണ്ടക്ട് ചെയ്തു. നമ്മളിനി അതിനെക്കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ആ ഒരു മീറ്റിംഗ് നടന്നത് ന്യൂഡൽഹി വെച്ചിട്ടാണ്. അപ്പം സ്വാഭാവികമായിട്ടൊരു മീറ്റിംഗ് നടക്കുമ്പോൾ ആ മീറ്റിങ്ങിൻ്റെ ഭാഗമായിട്ട് ചില ചർച്ചകളും ചില എന്താ പറയുക ചില തീരുമാനങ്ങളൊക്കെ എടുക്കാറുണ്ട്. അതിനകത്തിൽ ഒരു തീരുമാനമാണ് ഈ പറയുന്നത്, ഞാൻ കൊടുത്തിട്ടുണ്ട്, സ്ട്രെങ്തനിങ് ടൈസ് വിത്ത് ഈസ്റ്റേൺ നെയ്ബേഴ്സ്. അതായത് കിഴക്കൻ ഭാഗത്തുള്ള നെയ്ബേഴ്സുമായിട്ട് നല്ലൊരു ബന്ധം സ്ഥാപിക്കാൻ പറ്റുക എന്നുള്ളതാണ് ബീംസ്റ്റിക്. ഓക്കെ, അതുപോലെ തന്നെ മറ്റ് ചില കാര്യങ്ങളൊക്കെ ബൈലാറ്ററൽ മെറിറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെ കുറച്ച് ബീംസ്റ്റെക് എന്ന് പറയുന്ന ഒരു സംഘടന അല്ല ഒരു ഗ്ലോബൽ അസോസിയേഷൻ്റെ ബെനിഫിറ്റ്സ് ഒക്കെ ഇതിനകത്ത് പറയുന്നുണ്ട്. ആ മീറ്റിങ്ങിൽ വരുമ്പം എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് എന്ന് വരുന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അപ്പം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടൊരു വിവരം നോക്കാം. എന്താണ് ബീംസ്റ്റെക് ഗ്രൂപ്പിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ചോദിക്കും, നമുക്ക് സാധാരണ പരീക്ഷയ്ക്ക് ചോദിക്കുന്നത് എന്താണ് ബീംസ്റ്റെക് എന്ന് ചോദിക്കത്തില്ലെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പകരം ചോദിക്കുന്നത് ബീംസ്റ്റെക്കിനകത്തിലെ മെമ്പർ നേഷൻസിന് താഴെ കൊടുക്കുന്നു, താഴെ തന്നിരിക്കുന്ന ലിസ്റ്റിനകത്ത് ബീംസ്റ്റെക്കിനകത്തിലെ മെമ്പർ അല്ലാത്ത ആരും എന്ന് പിക്ക് ചെയ്യുക. അപ്പോൾ ഇതുപോലുള്ള ചോദ്യങ്ങൾ നമുക്ക് വരാം. അപ്പോൾ ബീംസ്റ്റെക്കിനെ കുറിച്ച് ചോദിച്ചാൽ ഇതൊരു നോക്കാം, ഇങ്ങനെ ഇന്ത്യ കിടക്കുന്നത് ഇതാണല്ലോ ബേ ഓഫ് ബംഗാൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് സെക്ടറുകളായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന് ടെക്നിക്കൽ എക്കണോമിക് കോഓപ്പറേഷൻ, അതാണ് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഞാൻ പറയാം, ബീംസ്റ്റെക്, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ്, ബീം, മൾട്ടി, സ്റ്റെക്കിൻ്റെ എസ്, ഓക്കെ, ടെക്നിക്കൽ എക്കണോമിക് കോർപ്പറേഷൻ, ഇതാണ് ബീംസ്റ്റെക്. ഓക്കെ, ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. അത് ടെക്നിക്കലായിട്ടും അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടും ടെക്നോളജിപരമായിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ എന്താണ് അതിനകത്തൊരു കോഓപ്പറേഷൻ വേണം.
ബീംസ്റ്റെക് ഈസ് എ റീജിയണൽ ഓർഗനൈസേഷൻ കംപ്രൈസിങ് 7 മെമ്പേഴ്സ്. ഓക്കെ, ബീംസ്റ്റെക്കിനകത്ത് 7 മെമ്പേഴ്സ് ഉണ്ട്. അത് ആരൊക്കെയാണെന്ന് വെച്ചാൽ ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക. ഓക്കെ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ ഇത് രണ്ടും ഒരേ പോലത്തെ ലെവലിൽ നിൽക്കുന്നതെന്ന് ചിന്തിക്കുക. ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക ആൻഡ് തായ്ലൻഡ്. ഇത്രയാണ് ബീംസ്റ്റെക്കിനകത്തിലെ മെമ്പർ നേഷൻസ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് രൂപീകരിക്കപ്പെട്ട 97 വിത്ത് ആൻഡ് ദ എയിം ഓഫ് പ്രൊമോട്ടിങ് മൾട്ടി ഫേസഡ് ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോഓപ്പറേഷൻ. ഓക്കെ, അതായത് ഈ പറയുന്ന സാമ്പത്തികപരമായിട്ടുള്ള ഒരു കോഓപ്പറേഷൻ ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തിലെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇതിനകത്ത് വരുന്ന രാജ്യങ്ങളെന്ന് പറയുന്ന ഈ ബേ ഓഫ് ബംഗാളിൻ്റെ ഒരു എന്താ പറയുക ഒരു റീജിയണിൽ വരുന്ന രാജ്യങ്ങളാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അതാണ് ബീംസ്റ്റെക് ഗ്രൂപ്പിംഗ് എന്ന് പറയുന്നത്. അപ്പം നമുക്കടുത്ത വാർത്ത നോക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് ഇതാണ്. റോയൽ ബറിയൽ മൗണ്ട്സ് ഓഫ് ആസാം നൗ ഓൺ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. അതായത് ആസാം സ്റ്റേറ്റിൽ നിന്നുള്ള എന്തോ ഒരു സാധനം, അതാണ് നമ്മൾ റോയൽ ബറിയൽ മൗണ്ട്. റോയൽ ബറിയൽ മൗണ്ട്. അപ്പോൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ അടക്കാൻ, ശവം അടക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെട്ട എന്തോ ഒരു സാധനമാണ്. അപ്പോൾ അതിൻ്റെ പേരാണ് ചരൈദിയോ മൊയ്താംസ്. ചരൈദിയോ മൊയ്താംസ്. ചരൈദിയോ മൊയ്താംസ് എന്ന് പറയുന്ന ഒരു കാര്യം, ഒരു സൈറ്റ്. ഓക്കെ, അത് വേൾഡ് ഹെറിറ്റേജ്, യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, ദ ചരൈദിയോ മൊയ്താംസ് 700 years ഓൾഡ്. അത് ഏകദേശം ഇതിന് 700 വർഷം പഴക്കമുണ്ട്. ഓക്കെ, 700 വർഷം പഴക്കമുണ്ട്. അത് ആരാണ് ഉപയോഗിച്ചിരുന്നത് വെച്ചാൽ അഹോം ഡൈനാസ്റ്റി, ആസാമിലെ അഹോം. ഓക്കെ, അഹോം ഡൈനാസ്റ്റിയാണ് അത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അതിനെ നമ്മളിപ്പോൾ കണ്ടെത്തി അത് വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സിമിലർ ടു ദ പിരമിഡ്സ് ഓഫ് ഈജിപ്ത്, ദ മൊയ്താംസ് ആർ എർത്തൻ ബറിയൽ മൗണ്ട്സ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ അഹോം റോയൽറ്റി ഹൂസ് 600 years റൂൾ വാസ് എൻഡഡ് ബൈ ദ ബ്രിട്ടീഷ് ടേക്ക് ഓവർ ഓഫ് ദ റീജിയൻ. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അഹോം എന്താ പറയുക, അഹോം രാജവംശത്തിൽപ്പെടുന്ന ആൾക്കാർ, ആ യുവാക്കളും അല്ലെങ്കിൽ ആ റൂളേഴ്സിനും ഒക്കെയാണ് ഇതിനകത്ത്, അല്ലെങ്കിൽ അവരുടെ ബറിയൽ ആയിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ആ ഒരു അഹോം എന്ന് പറയുന്ന ആ രാജവംശത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ആൾക്കാരെ അടക്കം ചെയ്യുന്നതിനുള്ള മാർഗമാണ് ഈ പറയുന്ന ചരൈദോ മൊയ്താം എന്ന് പറയുന്നത്. ഓക്കെ, അതാണിപ്പോൾ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം എന്താണ് വാട്ട് വെയർ മൊയ്താംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ദ മൊയ്താംസ് റെപ്രസെൻ്റ് ദ ലേറ്റ് മെഡീവിയൽ മൗണ്ട് ബറിയൽ ട്രഡീഷൻ ഓഫ് ദ തായ് അഹോം ഡൈനാസ്റ്റി. അതായത് നമ്മൾ പറഞ്ഞ ആസാം സ്റ്റേറ്റിലെ തായ് ഹമോം എന്ന് പറയുന്ന ഈ തായ് ഹമോം എന്ന് പറയുന്ന രാജവംശത്തിൽപ്പെട്ട ആൾക്കാരെ അടക്കുന്നതിന് വേണ്ടിയുള്ളൊരു മാർഗമാണ് ഈ പറയുന്ന മൊയ്താം എന്ന് പറയുന്നത്. They were primarily constructed using earth, brick and stone. The outer structure typically consisted of a mound of earth, often surrounded by a brick or stone wall. അപ്പോൾ അത് കൺസ്ട്രക്ഷൻ, അത് എല്ലാം നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഈ പറയുന്ന ഇഷ്ടികകൾ കൊണ്ടും കല്ലുകൾ കൊണ്ടും ഒക്കെയാണ്. They are the resting place of royal families in Assam's ചരൈദോ ഡിസ്ട്രിക്റ്റ്. ആസാമിലെ ചരൈദോ ഡിസ്ട്രിക്റ്റിനകത്തിലെ എന്താ പറയുക റോയൽ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഒക്കെ ഒരു റെസ്റ്റിംഗ് പ്ലേസ് ആണെന്ന് പറയുന്ന ഈ ആസാമിൽ കാണപ്പെടുന്ന ചരൈദിയോ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നത്. ഈ ചരൈദിയോ മൊയ്താം എന്ന് പറയുന്നത് അത് ഇറ്റ് എൻഷൈൻസ് ദ മോർട്ടൽ റിമെയിൻസ് ഓഫ് ദ മെമ്പേഴ്സ് ഓഫ് ദ അഹോം റോയൽറ്റി ഹൂ യൂസ്ഡ് ടു ബി ബറിഡ് വിത്ത് ദെയർ പാരാഫെർനാലിയ. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞ പിരമിഡിൻ്റെ ഒരു കേസ് പറയുന്ന പോലെ തന്നെയാണ്. പിരമിഡ്സ് എന്ന് പറയുമ്പോൾ ആ ഒരു പർട്ടിക്കുലർ രാജവംശത്തിലെ രാജാവിനെ കൃത്യമായിട്ടും വളരെ ലക്ഷൂറിയസ് ആയിട്ട് അടക്കം ചെയ്യുന്നതാണ് ഈ പറയുന്ന പിരമിഡ് എന്ന് പറയുന്നത്. ഇത് പിരമിഡ് പോലെ തന്നെ ഒരു കാര്യമാണ്, പക്ഷേ ആ ഒരു സ്ട്രക്ചറിങ് എന്ന് പറയുന്നത് അങ്ങനെയല്ല. എന്ന് പറയുന്ന പോലെ ഈ അഹോം രാജവംശത്തിൽപ്പെട്ട ആൾക്കാരുടെ ശവശരീരങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ളൊരു മാർഗമാണ് ഈ പറഞ്ഞത്. ഓക്കെ, അതാണ് നമ്മൾ പറഞ്ഞ വാർത്തയിലെ കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അപ്പം ഇന്നത്തെ ഈ ഒരു ന്യൂസ് പേപ്പർ അനാലിസിസിൽ നമ്മൾ മാക്സിമം നമുക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാൻ പറ്റുന്ന ഭാഗത്ത് നമ്മൾ UPSC ലെവലിലാണ് നമ്മളിതിൻ്റെ സംസാരിക്കുന്ന അത്തരത്തിലുള്ളൊരു
ന്യൂസ് പേപ്പർ റീഡിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് വരുന്നെങ്കിൽ തന്നെയും നമുക്ക് കറണ്ട് അഫയേഴ്സ് പഠിക്കുന്ന ആൾക്കാർക്ക് ഈ പത്രം വായന ശീലമാക്കി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബെറ്റർ ആവും. ഓക്കെ, മാക്സിമം നമ്മൾ അനാലിസിൻ്റെ നമ്മൾ വീഡിയോ എല്ലാ ദിവസവും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ആ വീഡിയോ നിങ്ങൾ കാണുക, അതോടൊപ്പം തന്നെ പത്രം വായിക്കുക, നോട്ട് പ്രിപ്പയർ ചെയ്ത് വെക്കുക. കാര്യം ഇപ്പോൾ വരാൻ പോകുന്ന പരീക്ഷയ്ക്കും ഇപ്പം LD ക്ലാർക്ക് ആണെങ്കിലും ഹൈക്കോർട്ട് ശരി, PSC മറ്റ് പരീക്ഷകളാണെങ്കിലും ശരി, ഏറ്റവും കൂടുതൽ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് നമുക്ക് ഏറ്റവും കൂടുതൽ വരുന്നത് ഇന്ത്യൻ പൊളിറ്റി ഭാഗത്തു നിന്നൊക്കെ ആയിരിക്കും. അപ്പം ആ പൊളിറ്റി ന്യൂസ് എന്നൊക്കെ പറഞ്ഞാൽ ശരിക്കും അനാലിസിസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹിന്ദു ന്യൂസ് പേപ്പറിലാണ്. അപ്പം പൊളിറ്റിക്കലി അല്ലെങ്കിൽ ഇന്ത്യൻ പൊളിറ്റിയായിട്ട് ബന്ധപ്പെട്ട ഏത് ടോപ്പിക്കും വളരെ നീറ്റായിട്ട് അനലൈസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഈ ഹിന്ദു ന്യൂസ് പേപ്പർ. അപ്പം നമ്മളത് പത്രം വായിക്കുന്നവർക്ക് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പം നമ്മൾ ഇനി അടുത്ത ദിവസം മറ്റൊരു ദിവസത്തെ പത്രമായിട്ട് നമ്മൾ അനലൈസ് ചെയ്യാം. ഓക്കെ, അപ്പം എല്ലാവർക്കും വീഡിയോ കാണുക, കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം എല്ലാവർക്കും നല്ലൊരു ഭാവി ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.